ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു പുതിയ ഡിഷാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതെന്താണെന്ന് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അതിനുള്ള ഉള്ളിയും തക്കാളിയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടി നമുക്ക് ആദ്യം അടുപ്പിൽ കുക്കർ ചൂടാവാൻ വെക്കാം. എന്നിട്ട് അതിൽ എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായതിന് ശേഷം നമുക്കതിൽ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നല്ലോണം പൊട്ടി വന്നു കഴിഞ്ഞാൽ കുറച്ച് കറിവേപ്പില ഇടാം. എന്നിട്ട് ഉള്ളിയും കൂടി അതിൽ ചേർത്തിട്ട് നല്ലോണം വഴറ്റി കൊടുക്കുക. വഴറ്റിക്കൊണ്ടിരിക്കുന്ന ഈ ഉള്ളിയിലേക്ക് ഞാനൊരു പച്ചമുളകും കൂടെ കയറിയിടുന്നുണ്ട്. എന്നിട്ട് അത് ഒന്നും കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോഴത്തേക്ക് ഞാൻ മാവും കൂടെ ഒന്ന് കലക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ. മില്ലറ്റ് മാവാണ് ഇത്. അതിൻ്റെ കൂടെ ഡബിൾ ബീൻസ്, അതാണ് ഗ്രേവി. ഉച്ചക്കത്തെ കറിക്കുള്ള ഉള്ളിയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തുനിന്ന് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമുക്കിതിൽ എടുത്തിട്ട് അതും കൂടെ ഇതിൻ്റെ അകത്ത് ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെ ആ പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് കുറച്ച് തക്കാളിയും കൂടെ അതിൻ്റെ അകത്ത് ചേർത്തിട്ട് നല്ലോണം എല്ലാം കൂടെ ചേർത്ത് നല്ലോണം വഴറ്റിയെടുക്കുക. തക്കാളി നല്ലോണം വെന്തുടയണമെന്നൊന്നുമില്ല കേട്ടോ. ഒന്ന് വഴറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കഴുകി എടുത്ത് വെച്ചിട്ടുള്ള ഡബിൾ ബീൻസും കൂടെ അതിൽ ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഡബിൾ ബീൻസിൻ്റെ ഗ്രേവിക്ക്. ഗ്രേവിന്ന് മാത്രമല്ല, ഡബിൾ ബീൻസ് കൊണ്ട് എന്ത് ചെയ്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. നല്ലോണം വഴന്നതിന് ശേഷം അതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. 2 ചെറിയ ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ഇട്ടത്. കുറച്ച് നല്ല കളർഫുൾ ഉണ്ട്, അധികം എരിവും ഉണ്ടാവില്ല. മക്കൾക്കെല്ലാം കൊടുക്കാൻ വേണ്ടതല്ലേ, അതുകൊണ്ട് കാശ്മീരി ചില്ലിയാണ് ഞാൻ യൂസ് ചെയ്തത്. അതിൻ്റെ അടുത്ത് 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കിയിട്ട് മസാല പിടിക്കാൻ ഒരു മിനിറ്റ് വെച്ചതിന് ശേഷം ഇതിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് വേവിക്കാൻ വെക്കാം. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമ്മളിതിൽ ഉപ്പ് ഇതുവരെ ചേർത്തിട്ടില്ല. ഇനി കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് 3 വിസിലിന് വെക്കാം. ഇനി ദോശ ചൂടാം. മില്ലറ്റിൻ്റെ ദോശയാണ് ഇത്. എല്ലാവരും കാണുമ്പോൾ വിചാരിക്കും ഇതെന്താ ഒരുമാതിരി കളറ്, പക്ഷെ നല്ല ടേസ്റ്റ് കേട്ടോ ഇത് തിന്നാൻ വേണ്ടിയിട്ട്. ഈ ദോശ നല്ല നൈസായിട്ട് പരത്തിയിട്ട് മുരുമുരാന്ന് ചുട്ടെടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. കട്ടിയിൽ ഒഴിച്ചിട്ട് തിക്കായ ദോശയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ദോശയെല്ലാം റെഡി ആകുമ്പോഴത്തേക്ക് എൻ്റെ ചായയും കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വിസിലൊക്കെ വന്ന് തണുത്തതിന് ശേഷം കുക്കറിൻ്റെ മൂടി തുറന്നപ്പോൾ ഇതാ ഗ്രേവി ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 1/2 സ്പൂണ് ചിക്കൻ മസാലയും കൂടെ ചേർത്തിട്ടുണ്ട്. ഒരു സ്മെല്ലിന് വേണ്ടിയിട്ടാണ്. നല്ല ടേസ്റ്റ് ഉണ്ടാവും ചിക്കൻ മസാലയും കൂടെ ഇതിൻ്റെ അകത്ത് ഫ്ലേവറിന് ചേർത്ത് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ചിക്കൻ മസാല കൂടെ ചേർത്തത് കൊണ്ട് അതിൻ്റെ ആ സ്മെല്ല് ഒന്ന് എല്ലായിടത്തിലും ഫ്ലേവർ ഇറങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ അത് 1 മിനിറ്റ് വേവിക്കാൻ വേണ്ടി വെക്കണം. അടുപ്പ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണേ. എല്ലാ ഡിഷിൻ്റെ കൂടെ ഈ ഗ്രേവി സൂപ്പർ കേട്ടോ. അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു കോംബോ എന്ന് മാത്രമല്ല, നല്ല ഹെൽത്തി ഫുഡും കൂടിയാണ് ഇത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ.